ഹായ്, എല്ലാവർക്കും CN80സിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ താലിക്കെട്ട് മോഡലിൻ്റെ സ്റ്റിച്ചിങ് ആണ്. അതിൻ്റെ കട്ടിങ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. കട്ടിങ് വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. കാണാത്തവർ ആ വീഡിയോ ഒന്ന് ആദ്യം പോയി കാണുക. അപ്പോൾ അതിന് ശേഷം സ്റ്റിച്ചിങ് കാണുമെങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം നമ്മൾ വീഡിയോയിൽ അത്യാവശ്യം കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക. ഇത് നമ്മൾ അതിൻ്റെ താലിക്കെട്ട് മോഡലിൻ്റെ ഫ്രണ്ട് പോർഷനാണ് കേട്ടോ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നത്. പൈപ്പിംഗ് വെച്ച് ഫിനിഷ് ചെയ്യുന്നതാണ്. നമ്മൾ താലിക്കെട്ട് മോഡലിൻ്റെ ഫ്രണ്ടിൽ 3 പീസാണുള്ളത്. 3 പീസ് നൈറ്റി എന്നാണ് ചിലയിടത്ത് പറയണത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ താലിക്കെട്ട് മോഡൽ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് എല്ലായിടത്തും അങ്ങനെ ആയിരിക്കില്ല. ചിലയിടത്ത് മാനസികെട്ടെന്നോ അങ്ങനെ എന്തൊക്കെയോ പേരുകളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഫ്രണ്ട് പീസിൽ പൈപ്പിംഗ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു കട്ടിങ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. നമ്മളൊരു ക്രീം കളർ തുണിയായിരുന്നു അതിന് പൈപ്പിങ്ങിനായിട്ട് കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ അത് ആദ്യമേ തന്നെ ഫിനിഷിങ്ങായിട്ട് നമ്മളൊരേ മുഴുപ്പിന് തന്നെ എല്ലാ 3 പീസിലും വരത്തക്ക രീതിയിൽ പൈപ്പിംഗ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ചിലതിനൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മൾ കോട്ടൺ തുണിയാകുമ്പോൾ നമുക്കതിന് നൂല് ഊർന്നു വരില്ല. അപ്പം അങ്ങനെയുള്ളതിന് നമ്മൾ സൈഡ് അടിച്ച് കൊടുക്കാറില്ല, നേരെ പൈപ്പിംഗ് വെക്കുക പതിവ്. അല്ലാതെ ഉള്ള തുണിയാണെങ്കിൽ നമ്മൾ ഊരിപ്പോരുന്ന ടൈപ്പ് തുണിയാണെങ്കിൽ നമ്മൾ സൈഡൊന്ന് അടിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ പൈപ്പിങ്ങായിട്ട് പിടിപ്പിക്കാറ്. അപ്പോൾ ഇത് നല്ല കോട്ടൺ തുണി ആയതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ ഊർന്നു പോരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിതിൻ്റെ സൈഡിൽ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് പൈപ്പിങ്ങായിട്ട് വെക്കുകയാണ് ചെയ്തത്. 3 പീസിലും നമ്മൾ പൈപ്പിംഗ് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ആ 3 പീസ് ജോയിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് സെൻറ്റർ പീസിലാണെങ്കിൽ നമ്മൾ 2.5 ഇഞ്ച് സെൻറ്ററിൽ നിന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെയാണ് കേട്ടോ ഈ 2 സൈഡിലെ പീസുകളും പിടിപ്പിക്കുന്നത്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മളത് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് പൈപ്പിങ്ങിൽ ആദ്യം ഒന്ന് ചുറ്റി അടിച്ചിട്ട് ഒരു പ്രസർ വീതിക്ക് നമ്മൾ രണ്ടാമതൊരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കുക. നമ്മളെല്ലാത്തിലും ഡബിൾ സ്റ്റിച്ചാണ് ഇടുന്നത്. അപ്പോൾ അത് ആ ഡബിൾ സ്റ്റിച്ച് ഇടുമ്പോഴത്തേക്കും നമുക്ക് ഒന്നുകൂടെ ഒതുങ്ങിയിരിക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ ഇതാ കണ്ടല്ലോ അല്ലേ, നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് 2 സൈഡിലോട്ടും ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ പീസ് കറക്റ്റ് ആ 2.5 ഇഞ്ച് മാർക്കിലും അടിയിൽ ഒരു പ്രസർ വീതിയിൽ വരാൻ പരത്തിന് വെച്ചിട്ടാണ് അവിടെ നിന്ന് പൈപ്പിങ്ങിൻ്റെ സൈഡ് ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 സ്റ്റിച്ച് ഇടുന്നുണ്ട്, താഴത്തോട്ട് മുകളിലോട്ടുമായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എന്നുവെച്ചാൽ നമ്മൾ 3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ശരിക്കും ആ പീസിൻ്റെ അവിടെ വിട്ടു പോകാതിരിക്കും. പണ്ടത്തെ റെഡിമെയ്ഡ് നൈറ്റികൾ ഈ ടൈപ്പൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. ആ സ്റ്റിച്ചിൻ്റെ അവിടം, ആ കഴുത്തിൻ്റെ ഭാഗം, സെൻറ്റർ പീസിൻ്റെ ഫ്രണ്ടിൻ്റെ അവിടം നമുക്ക് പെട്ടെന്ന് പൊട്ടിപ്പോവും. കാരണം വെച്ചാൽ കമ്പനി നൈറ്റികൾക്കൊക്കെ അത് ഒരു സ്റ്റിച്ച് ആയിരിക്കും ഉണ്ടാവുള്ളൂ. അത് പെട്ടെന്ന് അപ്പോൾ നമ്മൾ ഇടുമ്പോൾ അവിടെ കഴുത്തിൻ്റെ ഭാഗമാണല്ലോ, കൈയൊക്കെ വലിയുമ്പോൾ പെട്ടെന്ന് സ്റ്റിച്ച് പൊട്ടിപ്പോവും. അപ്പോൾ റെഡിമെയ്ഡ് നൈറ്റികളൊക്കെ മേടിക്കുമ്പോൾ പണ്ട് എൻ്റെ അമ്മയൊക്കെ മേടിക്കുന്ന സമയത്ത് ഇതുപോലെ എൻ്റെ അടുത്ത് മെഷീൻ ഉള്ളതുകൊണ്ട് ആ പൊട്ടുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ 3 സ്റ്റിച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ സ്ട്രോങ് ആയിട്ടിരിക്കണം, അവിടെ ഒരിക്കലും പൊട്ടിപ്പോകരുത്. അതുകൊണ്ട് നമ്മൾ സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടിട്ട് 3 അടിപ്പിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിതാ ഷോൾഡർ ജോയിൻ ചെയ്യുവാണ്. ഷോൾഡർ ജോയിൻ ചെയ്ത് ബാക്ക് പീസ് ബാക്കിൽ നെക്കിൽ ക്രോസ് വെച്ച് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യുകയാണ്. അപ്പോൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതും ബാക്കിൽ ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ലോങ് വീഡിയോ ആയിട്ട് കിടപ്പുണ്ട്. കാണാത്തവർ കയറി കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിൻ്റെ 2 രീതികൾ, അതായത് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഒരു രീതിയാണ്, അല്ലാതെ ഉള്ളൊരു രീതിയും കൂടെ ഞാൻ കാണിച്ച് 2 രീതിയുടെയും കൂടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് കയറി കണ്ടു നോക്കാം കേട്ടോ. ഞാൻ സ്ഥിരം ചെയ്യുന്ന രീതി തന്നെയാണ് ഇതിൽ ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഞാൻ 2 രീതിയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വശമില്ലാത്തവർ മറ്റേതും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതിനകത്ത് ചെറുതായിട്ട് ഉള്ളിൽ കട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും ചുളുക്കം ഇല്ലാതെ വരുമെന്ന് നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ ഒരു ചേച്ചി കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുന്നതിൽ അങ്ങനെ അത്രയ്ക്ക് ചുളുക്കം വരാറില്ല. അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ ഉള്ളിൽ കട്ടിട്ട് കൊടുക്കാറില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒത്തിരി ചുളുക്കം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കട്ടിട്ട് കൊടുത്തിട്ട് മറിച്ചടിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന മോഡലാണ് ഞാനിതിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ സന്ധ്യയിൽ സംശയമുള്ളവരാണെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കയറി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ബാക്ക് ക്രോസ് അടിച്ച് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് പീസും ബാക്ക് പീസും കറക്റ്റാക്കി ശേഷം എന്താ കൈയാണ് കേട്ടോ. കൈയുടെ തേരുവശം ഒന്ന് നമ്മൾ അടിച്ച് ചെറുതായിട്ട്, ഒത്തിരി വീതിക്കല്ല, ചെറുതായിട്ട് ആ തേരിൻ്റെ വീതിക്ക് നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ചിലർ തേരടിക്കാറില്ല, കമ്പിനേറ്റിയുടെ ഒന്നും തേരടിക്കാറില്ലെന്ന് എനിക്ക് തോന്നുന്നു റെഡിമെയ്ഡൊക്കെ വരുന്നതിന്. നമ്മൾ തേരടിച്ചിട്ടാണ് കൊടുക്കാറ്.
അപ്പോൾ ഇവർക്ക് കൈക്ക് മാക്സിമം ഇറക്കം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെറുതായിട്ടാണ് മടക്കി വെച്ചേക്കുന്നത്. ഒത്തിരി വീതിക്ക് കൈ മടക്കി അടിച്ചിട്ടില്ല. അവർക്ക് കൈക്ക് മാക്സിമം ഇറക്കം വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ടൈപ്പ് കൈ വെട്ടിയേക്കുന്നത്. ഞൊറിവ് നൈറ്റിക്ക് സാധാരണ വേറെ ബോക്സ് ടൈപ്പ് കൈയാണ് വെട്ടാറ്. ഇത് നമ്മൾ സാധാ ചുരിദാർ നൈറ്റിക്ക് വെട്ടുന്ന കൈയാണ് വെട്ടിയേക്കുന്നത്. അത് നമ്മൾ കട്ടിങ് വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. കട്ടിങ് വീഡിയോ കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കിയിട്ട് ഇത് കാണുക. അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് ബോഡി പീസാണ്. ബോഡിയുടെ നമ്മൾ ആദ്യമേ തന്നെ 2 പീസും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ചെറിയ കട്ടിട്ട് കൊടുക്കുക. അപ്പം അതിനുള്ളിൽ നമുക്ക് 2 പീസിലും ഒരുപോലെ തന്നെ ഞൊറി ഇടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അറിയില്ലാത്തവർക്ക്, തുടക്കക്കാർക്കായിട്ടാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾ 2 പീസിലും ഞൊറി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മുകളിലെ പീസുമായിട്ടൊന്ന് വെച്ച് നോക്കുക. അത് നമ്മൾ ഞൊറി ഇട്ടേക്കുന്നത് അതിന് എത്തുമെന്ന് നോക്കുക. ഇല്ലെങ്കിൽ എത്തൂല എന്നുണ്ടെങ്കിൽ സൈഡ് പതിയെ ഒരു ഞൊറി പൊട്ടിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ തയ്ക്കുമ്പോൾ സൈഡിലൊരു കുഞ്ഞു ഞൊറി കൂടെ ഇട്ട് കൊടുത്ത് അത് കംപ്ലീറ്റ് ആക്കുക കേട്ടോ. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക. അതിന് ശേഷം നമ്മളൊന്ന് അടിക്കുക. അതിന് ശേഷം നമ്മൾ അടിച്ചു കഴിഞ്ഞ് 2 അടിപ്പ് കൂടെ പതിച്ചിടുന്നതാണ് കേട്ടോ. അപ്പോഴാണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ മാത്രം ഒരടിപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഞൊറിയുടെ ഭാഗം വിട്ടു പോകും. റെഡിമെയ്ഡ് നൈറ്റികളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഞൊറിയുടെ ഭാഗം വിട്ടു പോകുന്നത് അതുകൊണ്ടാണ്. കാരണം അവർ ഒറ്റ അടിപ്പൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഉള്ളിൽ അടിപ്പിട്ടിട്ട് മറിച്ച് 2 സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡബിൾ സ്റ്റിച്ചാണ് ഇടുന്നത്. അപ്പോൾ ആ തുമ്പേ കൂടെ തന്നെ 2 സ്റ്റിച്ചും കയറി വരുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഞൊറി വിട്ടു പോകത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫ്രണ്ട് പീസ് അറ്റാച്ച് ചെയ്യുവാണ്. സൗണ്ട് ഇത്തിരി പ്രശ്നമാണ് കേട്ടോ. കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പം ഓൺ വോയിസ് ആയിട്ട് ചെയ്തുകൊണ്ടായിരുന്നു വരുന്നത്. പക്ഷേ അപ്പോഴേക്കും ഇവിടെ കുട്ടികളുടെ സൗണ്ടും അമ്മയുടെ സൗണ്ടും എല്ലാം വന്നപ്പം നമുക്ക് സൗണ്ട് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഓൺ വോയിസ് ആക്കി ചെയ്താണ് കേട്ടോ. വോയിസ് ഓവർ കൊടുത്താണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചാൽ എനിക്ക് സമയം കിട്ടാത്ത, വോയിസ് ഓവർ കൊടുക്കാൻ ടൈം കിട്ടാത്ത കാരണമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ ലേറ്റായി പോയത് കേട്ടോ. കാരണം നല്ല തിരക്കായിരുന്നു. കുറച്ച് ദിവസമായിട്ട് പുതിയ മെറ്റീരിയൽസ് വന്നതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ എല്ലാം തിരക്കായിരുന്നു. അപ്പോൾ ഈ വീഡിയോ വോയിസ് ഓവർ കൊടുക്കാനുള്ള കാരണം ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കിടന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഓർത്ത് കുറേ ആയില്ല നമ്മൾ മറ്റേ കട്ടിങ് വീഡിയോയുടെ അപ്ലോഡ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായി സ്റ്റിച്ചിങ് വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാമെന്ന്. പക്ഷേ ഇതുവരെയും കഴിഞ്ഞില്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇന്നത് വോയിസ് ഓവർ കൊടുത്ത് ചെയ്യുന്നതാണ്. അപ്പം കുറച്ച് ത്രോട്ടിൻ്റെ ഇൻഫെക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് സൗണ്ട് ക്ലിയർ അല്ലാണ്ട് വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക്. അതുകൊണ്ടാണ്. അപ്പം നമ്മളിത് ആ ഫ്രണ്ടും ബാക്കും ഒക്കെ ഞൊറി കൊടുത്തതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്യുവാണ് കേട്ടോ. അപ്പം നമ്മൾ വേറൊരു താലിക്കെട്ട് മോഡലിൻ്റെ സാധാരണ വെക്കുന്ന ടൈപ്പ് കൈ വെക്കണ ഒരു വീഡിയോ ഇത് വരുമ്പോൾ ഞാൻ അതിൻ്റെ കട്ടിങ് വീഡിയോ ഇടാം കേട്ടോ. കാരണം ഇതേ കട്ടിങ് വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് സ്ലീവ് നമ്മൾ മറ്റേ ടൈപ്പ് സ്ലീവ് ചെയ്യുമ്പോൾ 1 ഇഞ്ച് ഇറക്കം കുറഞ്ഞു. ഇവർക്കാണെങ്കിൽ മാക്സിമം ഇറക്കത്തിൽ കൈ വേണമെന്നും പറഞ്ഞേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് കൈ കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അല്ലാതെ നമ്മൾ ഞൊറിവ് നൈറ്റിക്ക് വേറെ കൈയാണ് കൊടുക്കാറ്. അത് നമ്മളിനി വരുമ്പോൾ അങ്ങനത്തെ ഒരു മോഡൽ വരുമ്പോൾ ഞാൻ അതിൻ്റെ കട്ടിങ് വീഡിയോ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും പരുവത്തിന് ഇടാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം നമ്മളോട് കുറേ പേരെ റിക്വസ്റ്റ് ചെയ്ത കാരണമാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിതാ 2 സൈഡിലെയും കൈ സ്റ്റിച്ച് ചെയ്യുവാണ്. അപ്പോൾ ഉള്ളിൽ നമ്മൾ 2 സ്റ്റിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. കൈ ആണെങ്കിൽ നമ്മൾ 2 സ്റ്റിച്ച് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഇതിൻ്റെ കട്ടിങ് വീഡിയോ കണ്ടപ്പോൾ ചോദിച്ചിരുന്നു ഇതിന് തയ്യൽ തുമ്പ് വേണ്ടതെന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഞൊറിവ് നൈറ്റിക്ക് അങ്ങനെ തയ്യൽ തുമ്പ് ഇടാറില്ല. ചുരിദാർ നൈറ്റിക്കൊക്കെ ആണെങ്കിലാണ്, ചുരിദാർ നൈറ്റിക്കോ ഫ്രോക്ക് നൈറ്റിക്കൊക്കെ ആണെങ്കിലാണ് നമ്മളങ്ങനെ തയ്യൽ തുമ്പ് ഇടാറ് കേട്ടോ. ഇതിന് നമ്മൾ കൈയുടെ അവിടെ തയ്യൽ തുമ്പിടും. അതായത് നിങ്ങൾക്ക് കൈവണ്ണം കൂട്ടണമെങ്കിൽ കൂട്ടാം. 2 അടുപ്പും നമ്മൾ ഇടുന്നുണ്ട്. അപ്പം കൈയുടെ ഭാഗത്ത് നമുക്ക് തയ്യൽ തുമ്പുണ്ടാവും. ബോഡിയായിട്ട് നമ്മളങ്ങനെ അധികം തയ്യൽ തുമ്പിടാറില്ല. ചെറുതായിട്ട്, അതായത് ഒരു പ്രസർ വീതിക്കുള്ള തയ്യൽ തുമ്പേ ഉണ്ടാവുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തയ്യൽ തുമ്പ് കൂടുതൽ കിടന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കഷക്കുഴിയുടെ ഭാഗത്ത് ഇങ്ങനെ ചുരുണ്ട് ടൈറ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്കത് ഭയങ്കര ഇറിറ്റേഷനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് അവിടെ അങ്ങനെ ഇടാറില്ല. പിന്നെ ചിലർ പറയാറുണ്ട് കറക്റ്റായിട്ട് അതുപോലെ അമ്മമാർക്കൊക്കെയാണല്ലോ ചെയ്യുന്നതേ. അപ്പം കറക്റ്റായിട്ട് അമ്മമാരുടെയൊക്കെ അളവറിയില്ലാത്തവരാകുമ്പം ചിലർ പറയാറുണ്ട് ചേച്ചി കുറച്ച് തയ്യൽ തുമ്പ് ഇട്ടേക്കണേ, വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അഴിച്ചിട്ട് കൂട്ടിക്കോളാം. അങ്ങനെ ഇട്ടേക്കാൻ പറയുന്നവർക്ക് മാത്രമാണ് നമ്മൾ തയ്യൽ തുമ്പ് അങ്ങനെ കൂട്ടിയിടാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടുന്നവരോടും നമ്മൾ പറയാറുണ്ട് ഇട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് അളവ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ ആ കൂടുതൽ ഇട്ടേക്കുന്ന ഭാഗം ഒന്നില്ലെങ്കിൽ കത്രികയ്ക്ക് കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ കത്രികയും കൊണ്ട് കട്ടിട്ട് കൊടുക്കുക. അവിടെ വലിച്ചിട്ട് വരാത്ത വിധത്തിന് കട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞവർ ഓക്കെ പറയുന്നവർക്കാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഇടാറ്. ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ അങ്ങനെ ചുരുണ്ട് കിടക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഇടാറില്ലാത്തത്. പിന്നെ നമ്മൾ ഇവരുടെ ഏകദേശം കറക്റ്റ് തന്നെ വണ്ണത്തിന് അനുസരിച്ചാണ് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ.
അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അങ്ങനെ തയ്യൽ തുമ്പ് ഇടാത്ത കേട്ടോ. ഞൂറ് നൈറ്റി ആകുമ്പോൾ തന്നെ നമ്മൾ ചുരിദാർ നൈറ്റി പോലെയല്ല, കുറച്ച് നമുക്ക് എന്താ പറയുക ലൂസായി കിട്ടുമല്ലോ. ഞൂറ് ഉള്ളതുകൊണ്ട് തന്നെ ചെസ്റ്റ് ഭാഗം വലിയ ടൈറ്റ് ഇല്ലാണ്ട് തന്നെ വരും. പിന്നെ ഇച്ചിരി ലൂസ് ഉണ്ടെങ്കിലും ചുരുക്കമുള്ളതുകൊണ്ട് അതത്രയും പ്രശ്നം വരത്തുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഞൂറ് നൈറ്റിക്ക് അങ്ങനെ തയ്യൽ തുമ്പ് ഇടാറില്ല കേട്ടോ. അപ്പോൾ ഇതാ കൈവണ്ണം നമ്മൾ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് ആ കഷക്കുഴിയുടെ ഭാഗത്ത് നമ്മൾ ഒരു പ്രസർ വീതിക്ക് വരുന്ന രീതിയിലോട്ടാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് എന്താ പറയണേ, താഴം വരെ നമ്മൾ ആ ഒരു വീതിക്ക് തന്നെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് കയ്യിലിട്ടതിന് ശേഷം ഒരു തയ്യൽ തുമ്പിനും കൂടെ ഉള്ളത് നിർത്തിയിട്ട് ബാലൻസ് നമ്മൾ കട്ട് ചെയ്ത് കളയുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. കണ്ടോ, നമ്മളൊരു തയ്യൽ തുമ്പിനുള്ള ഭാഗം ഇട്ട് ഒരു ചെറിയ തയ്യൽ അത്രയും ഭാഗം കൂടെ 2 സ്റ്റിച്ച് ഇട്ടിട്ട് ഒരു കുറച്ചും കൂടെ തയ്യൽ തുമ്പ് അവിടെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന കൈയുടെ ഭാഗം. പിന്നെ ഇവർക്ക് നമ്മൾ ലെങ്ത്തും കൈയുടെ ഇറക്കം മാത്രമല്ല ലെങ്ത്തും നമ്മൾ ഫുൾ ഇട്ടേക്കാനാണ് കേട്ടോ അവർ പറഞ്ഞേക്കുന്നത്. അതായത് വെച്ചാൽ നമ്മൾ ഞുറിവ് നൈറ്റിക്ക് ഒരു 53.5 ഇഞ്ച്, ചില തുണിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് 54 ഇഞ്ച് കിട്ടും. അല്ലാതെ ഉള്ളതിനൊക്കെ നമുക്ക് 53.5 കിട്ടാറുള്ളൂ ഞുറിവ് നൈറ്റിക്ക് സാധാരണ. അപ്പോൾ അവർക്ക് ലെങ്ത്ത് ഫുള്ള് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒപ്പം ഇട്ടിട്ട് അടി ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ടേ ഉള്ളൂ. കാരണം എല്ലാ തുണിയുടെയും അടി ഒപ്പമായിരിക്കില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കളഞ്ഞിട്ടുണ്ടേ. അത്രയാണ് കളയാനുള്ളൂ. അപ്പോൾ ചുരിദാർ നൈറ്റി പോലെ നമുക്ക് അത്രയും ലെങ്ത്ത് ഞുറിവ് നൈറ്റിക്ക് കിട്ടത്തില്ല കേട്ടോ. അത് നമ്മൾ ഞുറിവ് നൈറ്റി എടുക്കുന്ന എല്ലാവരോടും ഫുൾ ലെങ്ത്ത് വേണമെന്ന് പറയുന്നവരോട് നമ്മൾ പറയാറുണ്ട് ഇത്രയാണ് കിട്ടത്തുള്ളൂ എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ അറ്റാണെങ്കിൽ ഇവർക്ക് ലെങ്ത്ത് മാക്സിമം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുതായിട്ടാണ് കേട്ടോ മടക്കി അടിക്കുന്നത്. കാരണം ഒട്ടും ഇറക്കം പോകാത്ത രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ അടി മടക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ വീഡിയോയ്ക്ക് നല്ല ലൈക്ക് കുറവാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതിനിടയിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോണതാണോ അതോ ഇനി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാഞ്ഞിട്ട് ലൈക്ക് ചെയ്യാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറന്നു പോവല്ലേ. അപ്പോൾ മറന്നു പോയവർ ഇതാ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിലാണ് നമ്മുടെ വീഡിയോ റീച്ച് ആവാനും നമുക്കൊരു സപ്പോർട്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ നമ്മൾ താലിക്കെട്ട് മോഡലിൻ്റെ ഫ്രണ്ടിൽ വെക്കുന്ന വള്ളിയാണ് എടുക്കുന്നത് കേട്ടോ. ആ കെട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് നമ്മൾ അതിൻ്റെ ബാക്ക് കഴുത്ത് വെട്ടുന്ന പീസേന്ന് കേട്ടോ നമ്മൾ അതിനുള്ള കട്ട് ചെയ്തെടുക്കുന്നത്. അത്ര ലെങ്ത്ത് മതി. അതിന് ശേഷം നമ്മളിതാ പൈപ്പിങ് കൊടുത്ത പീസാണ് കേട്ടോ അതിന് കുടുക്ക് വയ്ക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ കറക്റ്റ് മാച്ചിങ് ആയിട്ട് തന്നെ വരും. അപ്പോൾ അതിനുള്ളൊരു പീസ് കൂടെ നമ്മൾ അന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ടിങ് വീഡിയോ കണ്ടവർക്ക് അറിയാം. അതിന് ശേഷം എന്താ അതിൻ്റെ മറുവശത്തും കൂടെ കൂടിയിട്ട് കുടുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം 2 പീസും ഒപ്പം വെച്ചിട്ട് നമ്മളതിൻ്റെ ലെങ്ത്ത് ഒന്ന് കറക്റ്റാക്കി എടുക്കുക കേട്ടോ, കയറ്റിറക്കം വരാതെ. അതിന് ശേഷം നമ്മൾ ആ ഫ്രണ്ട് പീസിൽ ആണിത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഫ്രണ്ട് പീസിൻ്റെ ഒരു സെൻറ്റർ വരത്തക്ക രീതിയിൽ, അങ്ങനെ കറക്റ്റായിട്ട് അളവൊന്നുമില്ല. നമ്മളത് മടക്കി ആ ഒരു ഷേപ്പിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, മെഷീനിലൊന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ താലിക്കെട്ട് മോഡലിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.